ചിലപ്പോൾ ഡാനീഷ് സ്ട്രീക്സിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലും അതിനെ നിങ്ങളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഒരു 1 മിനിറ്റിലോ ഒരു 10 മിനിറ്റ്സിലോ കാണുന്നത് ആയിരിക്കില്ല ഒരിക്കലും അവരുടെ 100% ആയിരിക്കില്ല അവരുടെ ലൈഫ്. അവരുടെ ലൈഫിൽ നോർമൽ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, യു ആർ ദ ലക്കിയസ്റ്റ് വൈഫ്, ഇത്രയും ഭാഗ്യം ചെയ്ത വേറെ കുട്ടിയില്ല, എന്ത് ഭാഗ്യവതിയാണ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്ന മാത്രമാണോ ഒരു ഹസ്ബൻഡിൻ്റെ ക്വാളിറ്റി? ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാനിങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് തെറ്റാണോ? ഇങ്ങനെ ഒരു വീഡിയോ തെറ്റാണോ? ശരി. അപ്പോൾ ഇവരെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം ഇവർക്ക് ഏകദേശം 1 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഡാനി ഡേയ്സ് ഇതാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ ഓഡിയൻസിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്ന് ആരും അറിയാതെ ഒരു വീഡിയോ ചെയ്യണം, മൈക്ക് പോലും എടുത്തിട്ടില്ല. പറയുന്നുണ്ട് മൈക്ക് എടുത്തിട്ടില്ല, മൈക്കില്ല, അതുകൊണ്ട് വോയിസിൽ കുറച്ച് പ്രശ്നം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ ലൈഫിൽ നിങ്ങൾ കണ്ട ലൈഫല്ല എനിക്ക്, ഞാനല്ല, ഞാൻ വേറെ ഞാനാണ് എന്നൊക്കെ രീതിയിൽ. പിന്നെ കൂടുതലും കമൻറ്റ്സ് നിങ്ങൾ ഇത്ര ലക്കിയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അല്ല, റീൽ അല്ല റിയൽ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ ഭർത്താവിൽ നിന്ന് അനുഭവിച്ച ക്രൂരത, ഭർത്താവിൽ നിന്ന് നേരിട്ട ഇവരുടെ അനുഭവങ്ങളും പിന്നെ ഫുഡ് ഉണ്ടാക്കി തരുന്നതാണോ ഒരു നല്ല ഭർത്താവ് എന്നൊക്കെയാണ് ഇവരുടെ പ്രേക്ഷകരോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അടവങ്ങ് മാറ്റി. എന്തായിരുന്നു? കെട്ടിയവനെ പറ്റിക്കാനുള്ള ഒരു പ്രാങ്കായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കടുത്ത ദേഷ്യം തോന്നി ഇവരുടെ അടുത്ത്. കാരണം ഇവർ പറ്റിച്ചത് ഇവരുടെ ഭർത്താവിനെ അല്ല, ഇവർ പറ്റിച്ചത് ഇവരുടെ ഓഡിയൻസിനെയാണ്, ഇവരുടെ പ്രേക്ഷകരെയാണ്. കാരണം ഇവരെ ഈ 1 മില്യൺ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രേക്ഷകരുണ്ടല്ലോ. അപ്പം ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നറിയുമ്പോൾ ഓഡിയൻസ് എല്ലാം മാറ്റി വെച്ച് ആ വീഡിയോ ഇരുന്ന് കാണും. കാരണം യോ അവർക്ക് എന്താണ് പറ്റിയത്, നമ്മളിങ്ങനെ അല്ലല്ലോ അവരെ വിചാരിച്ചത്, യോ എന്ത് പറ്റി ഈ കുട്ടിക്ക്. കാരണം അത്രയധികം സങ്കടത്തോടെയാണ് ഇരുന്ന് പറയുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഇനി ഞാൻ ഉണ്ടാവുമോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഗൈസ്. ഈ പ്രാങ്ക് കൊടുത്തത് ആരെയാ? ഇവരുടെ ഭർത്താവിന് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഭർത്താവിന് കൊടുത്ത പ്രാങ്ക് അല്ല, ഇത് ഓഡിയൻസിന് കൊടുത്ത പ്രാങ്കാണ്, ഇവരുടെ പ്രേക്ഷകർക്ക് കൊടുത്ത ഒരു പ്രാങ്കാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ എന്ത് മെസ്സേജാണ് ഈ ഒരു വീഡിയോയിലൂടെ കൊടുത്തത്? എന്ത് മെസ്സേജാണ്? ഇവർ ഇത്രയും നാളും ഇവരെ വിശ്വസിച്ച ഇവരുടെ പ്രേക്ഷകരെ കുറച്ച് നേരത്തേക്കാണെങ്കിലും പറ്റിക്കുകയല്ലായിരുന്നോ, ചതിക്കുകയല്ലായിരുന്നോ? സ്വന്തം ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ കാണിച്ച് കുറച്ച് നേരമാണെങ്കിലും ഇവരെല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. ഒരു പകുതിയോടടുത്ത് വരുമ്പോഴാണ് ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ്, ഭർത്താവിന് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഓസ്കാർ കൊടുക്കണം, കാരണം അമ്മാതിരി അഭിനയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആദ്യം വിഷാദം, സങ്കടം, കണ്ണുനീര്, വീട്ടുകാരറിയാതെ വീഡിയോ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. മൈക്ക് പോലും എടുത്തിട്ടില്ല, അത്ര ഒറിജിനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. മൈക്ക് പോലും എടുത്തിട്ടില്ല, വീട്ടുകാരറിയാതെ രഹസ്യമായിട്ട് ഒരു റൂമിൽ വന്നിരുന്ന് ചെയ്യുന്ന ഫീലിങ്സ് അത് നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയധികം ഇവർ പെർഫെക്ഷനോട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകർ നല്ല ഒന്നാം തരമായിട്ട് പറ്റിച്ചിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്നാണ് ഈ വിഷാദം മാറി, സങ്കടം മാറി, ചിരിച്ച മുഖത്തോടെ ഏട്ടന് കൊടുക്കുന്ന പ്രാങ്ക് ആക്കി കളഞ്ഞത്. അപ്പോൾ ഇത് രണ്ടാളും കൂടി ഒത്തിട്ടായിരിക്കും. കാരണം എന്താണെന്നറിയാം, ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ഇവരുടെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ വീഡിയോസിനെല്ലാം റീച്ച് കുറവാണ്. എല്ലാം 10-ൽ താഴെ, 10Kക്ക് താഴെ, 5K, 7K, 8K ആ ഒരു ലെവലിലുള്ള റീച്ചേ ഉള്ളൂ. ഈ 1 മില്യൺ സബ്സ്ക്രൈബറിന് അടുത്തുള്ളപ്പോൾ ഇത്രയും വ്യൂസ് അല്ല വരേണ്ടത്. അപ്പോൾ വീഡിയോസിനെല്ലാം റീച്ച് കുറവാണ്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പം നമ്മൾ ഇവരുടെ ഉദ്ദേശം തെറ്റിയില്ല കേട്ടോ. ഈ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി. ഇവരുടെ സങ്കടങ്ങളും ഇവരുടെ വിഷമങ്ങളും ഒക്കെ പറയുന്ന, കുടുംബ രഹസ്യങ്ങൾ തുറന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടി. അത്രയ്ക്ക് ആ വീഡിയോ വൈറലായി. അപ്പം എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന്, ഈ ഒരു രീതിയിലേക്കൊക്കെ ഇങ്ങനെ ആളുകളെ പറ്റിച്ചിട്ടാണെങ്കിലും വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കും. അപ്പം ഇത്രയധികം റീച്ച് കിട്ടാൻ കാരണമായിട്ടുണ്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത്രയധികം റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ
ഇങ്ങനെ കള്ളവും കാപട്യവും ഒക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഓഡിയൻസിലേക്ക് ഇടണം. അപ്പോൾ നല്ല റീച്ച് കിട്ടും. അപ്പോൾ ഈ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ അടുക്കള കാര്യങ്ങൾ അറിയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ടാവാം, ഇവരെ ഇഷ്ടമില്ലാത്തവരുണ്ടായി. ഈ 2 ഗണത്തിൽപ്പെട്ടവർ ഇരുന്ന് വീഡിയോ കാണും. അപ്പോൾ ഈ 2 ഗണത്തിൽപ്പെട്ട ആൾക്കാരും ലാസ്റ്റ് എന്താ ശശിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു. ആ വീഡിയോ വൈറലായി. ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടി. ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ എടുത്ത് വിമർശിക്കുന്ന, റിയാക്ഷൻ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ അവരുടെ ആ ഒരു പ്ലാനിങ് സക്സസ് ആയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാനിങ് സക്സസ് ആയി. സ്വന്തം പ്രേക്ഷകരെ പറ്റിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങളുടെ ഓഡിയൻസിനോട് കൊടുക്കുന്നത്? എന്ത് ഉത്തരവാദിത്തമാണ്, എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങളുടെ ഓഡിയൻസിനോട് കൊടുക്കുന്നത്? ഈ ഓഡിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എല്ലാവരെയും പറ്റിച്ച്, എല്ലാവരെയും ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും എല്ലാവരെയും വിഷമിപ്പിച്ച് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ റീച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ ഇത്രയും തരം താണ അവസ്ഥയിലേക്ക് പോയില്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരോട് പോലും നിങ്ങൾ നീതി കാണിച്ചിട്ടില്ല. ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് ഇതുപോലെ പ്രേക്ഷകരെയൊക്കെ മണ്ടന്മാരാക്കി ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുകയും അതിൽ നിന്ന് നല്ല രീതിയിൽ ഡോളർ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഇതൊന്നും അറിയാത്ത പാവം ഓഡിയൻസ് ആണ് ഇവിടെ മണ്ടന്മാരാകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ ഇരകളാകുന്നതാരാ? ഇവരുടെയൊക്കെ വീഡിയോ ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന മണ്ടന്മാരായിട്ടുള്ള പ്രേക്ഷകർ, ഞാൻ അങ്ങനെ തന്നെ പറയും. അപ്പോൾ അവരാണ് ഇവരുടെ കെണിയിൽ വീഴുന്നത്. അപ്പോൾ സ്വന്തം പ്രേക്ഷകരോട് പോലും നീതി പുലർത്താത്ത, ആത്മാർത്ഥതയില്ലാത്ത ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? എനിക്ക് എൻ്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ അതിങ്ങനെ മനസ്സിനടച്ച് അകത്തിട്ടിങ്ങനെ കണ്ടോ, ഇവരുടെ ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ട് എവിടെയെങ്കിലും നമുക്കിത് പ്രാങ്കായിട്ട് തോന്നിയോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇവർക്ക് ഇവരുടെ ഫീലിങ്സ് പറയാൻ ആരുമില്ല, ഇവരുടെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല. ഇവർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു മുറിയിൽ അടച്ചിട്ട ആ ഒരു അവസ്ഥയിലാണ്. ഇവർക്ക് ആരും ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആൾ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഇവരുടെ ഭർത്താവിന് പ്രാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പ്രേക്ഷകരോട് പറയും, ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഞാനൊരു പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യും. അപ്പോൾ ഭർത്താവിന് കൊടുത്ത പ്രാങ്ക് അല്ല ഇത് കൊടുത്തത് പ്രേക്ഷകരെ മണ്ടന്മാരാക്കി അവിടെ പിടിച്ചിരുത്തുക. ഇവരുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരുടെ വീഡിയോ അവസാനം വരെ കാണാനുള്ള ഇവരുടെ ഒരു കുടില ബുദ്ധിയായിരുന്നു, ഇവരുടെ ഒരു തന്ത്രമായിരുന്നു. അത്രയും നാൾ വ്യൂസ് ഇല്ലാതെ കിടന്ന കുറേ വീഡിയോസ് ഉണ്ട് വ്യൂസ് ഇല്ലാതെ കിടന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് ഇവരുടെ വ്യൂസ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇത് ഇവരുടെ ബുദ്ധിയായിരുന്നു. ഇവരുടെ ബുദ്ധിയിൽ മന്ദബുദ്ധികളായിട്ട് കുറച്ച് പേരിരുന്ന് വീഡിയോസ് കണ്ട്, അതിൽ ഞാനും ഉണ്ട് കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വിഷമിച്ച് ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന്, അയ്യോ പാവം കഷ്ടം, നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ ഇതിൻ്റെ കണ്ടത്, വീഡിയോയിൽ എന്ത് ഹാപ്പിയാണ് ഇവർ എന്നൊക്കെ ചിന്തിച്ച് ഞാനും ആ വീഡിയോ ഇങ്ങനെ കുറേ കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ നമ്മളെ ഇവർ ശശിയാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ.